ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുതാപ സങ്കീർത്തനങ്ങൾ, പശ്ചാത്താപ സങ്കീർത്തനങ്ങൾ, പാപത്തെ ഓർത്ത് വേദനിച്ച് ദൈവസന്നിധിയിൽ മോചനം അപേക്ഷിക്കുന്നതായ സങ്കീർത്തനങ്ങൾ. 6-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ നമുക്ക് വായിച്ച് കേൾക്കാം. എല്ലാവരും വേദപുസ്തകം എടുത്ത് ആ ഭാഗം തുറന്നു വയ്ക്കുക. യഹോവേ, തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ. നിന്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ. മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ. പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും? എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു. കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. എൻ്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ട് പോകുവിൻ. യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും. അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ശ്രദ്ധയോടെ മനസ്സിലാക്കുകയും നാം ഈ അനുതാപ സങ്കീർത്തനങ്ങൾ ധ്യാനിക്കുന്നത് ചില കാര്യങ്ങൾ പഠിക്കാനല്ല. പാവമില്ലാത്തവരാരുമില്ല, ഞാനുമില്ല. നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിരിക്കുന്നത് പാപമോചനമാണ്. അതിനൊരു പാപിയുടെ പക്ഷത്തു നിന്ന് വരേണ്ടത് അനുതാപത്തിൻ്റെ കരച്ചിലാണ്. തീർച്ചയായിട്ടും അനുതാപത്തോടെ നമ്മൾ തകർന്നതും നുറുകിയതുമായ ഹൃദയത്തോടെ കണ്ണുനീർ വീഴ്ത്തി അരുമനാഥൻ്റെ കാൽപാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മോചനം ഒഴുകി വരും. ആ വാക്ക് നിങ്ങളെല്ലാവരും കേട്ടോ. അനുതാപത്തിൻ്റെ കണ്ണുനീര് എന്നിൽ നിന്ന് ഒഴുകുമ്പോൾ കർത്താവിൻ്റെ മോചനം നമ്മളിലേക്ക് ഒഴുകി വരും. അതല്ലാതെ ഒരിക്കലും നടക്കുകയില്ല. അതുകൊണ്ട് നമ്മളിത് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ സത്യമാനസാന്തരം, സത്യമായ ഒരു അനുതാപം അനിവാര്യമാണ്. സങ്കീർത്തനക്കാരൻ അപേക്ഷിക്കുകയാണ്, കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ. ദണ്ഡനവും കോപവും നരകവും അവകാശമാക്കാൻ തക്കവണ്ണമുള്ളതായ കൊടും പാപത്തിലാണ് ഞാൻ വീണത്. അത് കരഞ്ഞ് കരഞ്ഞ് ശരീരം മാത്രമല്ല അസ്ഥികളും കൂടി ഭ്രമിച്ചു പോയി. ദയവ് ചെയ്ത് ദൈവമേ എന്നെ സൗഖ്യമാക്കണമേ, ഞാൻ അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു, എൻ്റെ അന്തരംഗവും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു. എന്തു സംഭവിച്ചെന്നറിയാമോ? ജീവിതത്തിൽ പാവം വന്നപ്പോൾ 4-ാമത്തെ വാക്യം, യഹോവേ തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ. ഇന്ന് ധ്യാനിക്കുന്ന ആദ്യത്തെ കാര്യം തിരിഞ്ഞ്, റിട്ടേൺ. ദൈവത്തിന് സ്തോത്രം. പാപം ജീവിതത്തിൽ വന്നപ്പോൾ ദൈവം മുഖം മറച്ചു. എൻ്റെ നേരെ നോക്കിക്കൊണ്ടിരുന്ന ദൈവം, എന്നോട് കരുണ കാണിക്കാൻ എന്നെ നോക്കിക്കൊണ്ടിരുന്ന ദൈവം, എൻ്റെ ജീവിതത്തിൽ വൃത്തികെട്ടതായ പാപം വന്നപ്പോൾ ദൈവം മുഖം മറച്ചു. ഇപ്പോൾ ദൈവം എന്നെ കാണുന്നില്ല, എനിക്ക് ദൈവത്തിന് മുഖം കാണാനും പറ്റുന്നില്ല. പാപം വരുത്തി വയ്ക്കുന്ന ഏറ്റവും വലിയ വിനയാണ് അത്. ദൈവത്തെ നമ്മിൽ നിന്ന് മറയ്ക്കുന്നു. ഏറ്റവും വേദനാജനകമായിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ദൈവത്തിൻ്റെ മുഖം മറച്ചാൽ പിന്നെ നമുക്ക് എന്ത് നിലനിൽപ്പുള്ളൂ? ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ അപേക്ഷിക്കുന്നത്, ഒന്ന് തിരിഞ്ഞു വരാമോ? ഒന്നോടെ നിൻ്റെ മുഖം എൻ്റെ നേരെ ഒന്ന് തിരിക്കാമോ? ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു. ഇനി നിൻ്റെ മുഖം, നിൻ്റെ കണ്ണ്, കരുണയുടെ കണ്ണ് എൻ്റെ നേരെ നോക്കാൻ ഞാൻ എത്രത്തോളം നോക്കി പാർത്തിരിക്കണം. ഹല്ലേലൂയ. നോക്കി നോക്കി ഞാൻ ക്ഷീണിച്ചു. കർത്താവേ, എന്നെ മറന്ന് എന്നെ വിട്ട് അകന്നു പോകരുതേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 13:1, യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എൻ്റെ ദൈവമേ, നീ എത്രത്തോളം നിന്റെ മുഖത്തെ കാണാതെ വണ്ണം നിന്റെ മുഖം എന്നിൽ നിന്ന് മറയ്ക്കും? ദൈവമക്കളെ, ദൈവസാന്നിധ്യം അനുഭവിച്ച ദൈവമക്കൾക്ക് ഇതിൻ്റെ വേദനയൊക്കെ മനസ്സിലാവുകയുള്ളൂ. ഒരു മീനെ പിടിച്ച് കരയിലിട്ട് കഴിഞ്ഞാൽ കാണിക്കുന്ന വെപ്രാളം നിങ്ങൾ ഓരോരുത്തരും അത് അനുഭവിക്കണം കേട്ടോ. ഞാൻ വെറുതെ നിങ്ങളോട് പറയുകയല്ല. ഏതെങ്കിലും ഒരു പാപം ജീവിതത്തിൽ വന്നാൽ ഈ കാലങ്ങളിൽ അനുഭവിക്കുന്നുണ്ട്. ശ്വാസം മുട്ടുന്നത് പോലെ, തല കറങ്ങുന്നത് പോലെ,
ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ നിന്ന് എന്തോ ശക്തി ചോർന്നു പോയതുപോലെ, ഒരിക്കലും പാപം ചെയ്യാൻ സാധ്യമല്ലാത്തതായ ഒരു അവസ്ഥയിലേക്ക് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ വിത്തവനിൽ വസിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ആത്മീയത്തിൻ്റെ കുറെ കൂടി ആഴമേറിയ അനുഭവത്തിലേക്ക് കടന്നു വരണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇപ്പോൾ ദൈവം എൻ്റെ നേരെ കരുണയോടെ നോക്കുകയാണോ, അത് എന്നിൽ നിന്ന് മുഖം മറച്ചിരിക്കുകയാണോ എന്ന്? എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ എന്ന് സങ്കീർത്തനക്കാരൻ അനേക പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 80:13 വായിച്ച്, 80-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം. കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. അടുത്ത വാക്യം, സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരയണമേ. സൈന്യങ്ങളുടെ ദൈവമേ, ഹല്ലേലൂയ, തിരിഞ്ഞു വരണമേ, തിരിഞ്ഞു വരണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവം അങ്ങ് വിട്ടുപോയി, ദൈവം എന്നിൽ നിന്നങ്ങ് മാറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കരുണയ്ക്ക് വേണ്ടി ഒന്നും തിരിയാമോ കർത്താവേ? ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ജീവിതത്തിൽ സ്നേഹനിധിയായിരിക്കുന്ന ദൈവം മുഖം മറയ്ക്കുന്നത്. യെശയ്യാ 59 ആദ്യത്തെ 2 വാക്കുകൾ നിങ്ങൾക്കറിയാൻ വയ്യ. നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു. വായിച്ചോ. നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ജീവിതത്തിൽ പാപത്തെ വെച്ച് രസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ നിന്ന് ദൈവത്തിന്റെ മുഖം മറച്ചിരിക്കുകയാണ്, കരുണയുടെ മുഖം മറച്ചിരിക്കുകയാണ്. ദൈവവും നീയും തമ്മിൽ നിരപ്പായിരിക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ പാപം വന്നപ്പോൾ ആ നിരപ്പ് പോയി ഭിന്നിപ്പായി കഴിഞ്ഞിരിക്കുന്നു. ജീവന്റെ ഉറവിടമായ ജീവനായ കരുണയായിരിക്കുന്ന സ്നേഹമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ കരുണയുള്ളതായ നോട്ടം എന്നിൽ നിന്ന് മാറിപ്പോയാൽ തീർന്നില്ല ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. അത് കണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ടൊരു കാര്യവുമില്ല. ജീവിതത്തിൽ പാപം വന്നു കഴിഞ്ഞാൽ ദൈവം മുഖം മറച്ചു. എത്ര പേരുടെ നേരെ ഇപ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് ചെവി തരുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാണ്. യെശയ്യാ പ്രവാചകൻ വ്യക്തമായിട്ട് അന്നത്തെ ജനത്തോട് പറഞ്ഞു. യെശയ്യാ 1 15-16 മാത്രം വായിച്ച് എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ, കർത്താവേ കരുണ തോന്നണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നോട് മനസ്സലിയണമേ, സ്വർഗഭണ്ഡാരം തുറന്നു സർവ്വ നന്മകളാലും എന്നെ അനുഗ്രഹിച്ച് നിറയ്ക്കണമേ എന്ന് കൈമലർത്തി പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലെ ദൈവം കണ്ടതിന് ശേഷം ആ പ്രാർത്ഥിക്കുന്ന മക്കളോട് പറഞ്ഞ വാക്കെന്താ? നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. എല്ലാവരും കേട്ടോ? അത് ഇവിടെയും ദൂരത്തിരിക്കുന്നവരെല്ലാം കേട്ടോ? കരുണാസമ്പന്നനായിരിക്കുന്ന ദൈവം പറഞ്ഞ വാക്കാണ്. പ്രാർത്ഥനയ്ക്കായി നിങ്ങൾ കൈ മലർത്തുമ്പോൾ എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നേരെ എൻ്റെ മുഖം മറയ്ക്കും. ഒന്നോട് വായിച്ചത്, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. എന്താ കാരണം? നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. യാതനകൾക്ക് മറുപടി നൽകാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. മുട്ടിയാൽ തുറക്കാമെന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ മുട്ടുന്നു, അഭയാചന കഴിക്കുന്നു, ശരിയാണ്. പക്ഷേ എന്തിന് നീ മുഖം തിരിക്കാത്തത്? നിന്റെ മുഖം മറച്ചു വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. അടുത്ത വാക്ക്, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. എല്ലാവരും കേട്ടത്, എല്ലാവരും കേട്ടേ. കൈ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രവർത്തന രംഗമാണ്. പരിശുദ്ധമാണോ? എന്തെല്ലാം തൊട്ട് തലോടി, എന്തെല്ലാം പിടിച്ച കരം കൊണ്ടാണ് ഈ മലർത്താൻ പോണത്. ആ കൈ കൊണ്ടല്ലേ മെഴുതി കത്തിക്കാൻ പോണേ, ആ കൈ കൊണ്ടല്ലേ കുരിശു വരയ്ക്കണേ. ദൈവമക്കളെ, എല്ലാവരും ദയവ് ചെയ്ത് ആ സത്യമൊന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞല്ലോ, യഹോവയായി ദൈവത്തിൻ്റെ അരുളപ്പാട്. കൈ മലർത്താൻ വരുന്നതിന് മുൻപ് കൈ വിശുദ്ധമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അത് പഴയ നിയമത്തിൽ മാത്രമല്ല, തീമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിച്ച്, പൗലോസ് തീമോത്തിയോസിന് കൊടുക്കുന്നതായ ആ അരുളപ്പാട് എന്താണ്? വായിച്ചോ. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന്. കോപവും വാഗ്വാദവും വിട്ടകന്ന്. അടുത്ത വാക്ക്, വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കാൻ വന്നാ മതി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇനി എന്നാ ചെയ്യണേ? എൻ്റെ കൈ വിശുദ്ധമല്ലോ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തമ്മിൽ വാദിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.
നിങ്ങളുടെ പാപം രക്താംബരം പോലെ കടിച്ചു മുപ്പാണെങ്കിലും നിങ്ങളുടെ ജീവിതവും പ്രവൃത്തിയും മനോഭാവവും തെറ്റാണ് എങ്കിൽ ദൈവമക്കളെ, ഈ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കഴുകൾ പ്രാപിച്ചിട്ട് കർത്താവിനെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും നിൽക്കണം. ഞാൻ ഇനി പറയുന്ന ഒരു 3 വാക്യങ്ങൾ എഴുതിയെടുത്താൽ വേണ്ടിയില്ല. അതിൻ്റെ വീട്ടിൽ പോയിരുന്ന അതിനെക്കുറിച്ച് ജാഗരിച്ചാലും നല്ലതാണ്. വളരെ പ്രധാനപ്പെട്ടതായ ലളിതമാണ്, ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ എപ്പോഴും ഒരു ദിവസം വല്ലപ്പോഴും ഒക്കെ ഒന്ന് എടുത്ത് വായിക്കുന്നത് നല്ലതാണ്. 3 സെൻറ്റൻസ്, 3 വാക്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നീയും പാപവും രണ്ടാകാതെ നീയും ദൈവവും ഒന്നാകുകയില്ല. നീയും പാപവും രണ്ടാകാതെ നീയും ദൈവവും ഒന്നാകുകയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ദൈവമേ, എന്നെയും ഞെട്ടിപ്പിക്കുന്ന ഒരു വാക്കാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. നീയും പാപവും രണ്ടായിക്കൊള്ളണം. ഇവിടെ വെച്ച് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി നടക്കേണ്ട കാര്യം നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ കർത്താവായി യേശുക്രിസ്തു രക്തം വാർന്ന് ഒലിക്കുന്നവനായി നമ്മുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. കർത്താവായി യേശുക്രിസ്തു കാൽവറിൽ ചൊരിഞ്ഞ തങ്കച്ചോരയ്ക്ക് മോചിക്കുവാനും കഴുകുവാനും സാധ്യമല്ലാത്ത പാപം ചെയ്തവരായി ആരും ഈ ഹോളിലോ പുറത്തോ വന്നിരിക്കുന്നില്ല. നിങ്ങൾ ക്രൂശിൻ ചോട്ടിലേക്ക് വന്നിട്ട് ഇതുവരെ വന്ന പാപങ്ങൾ എല്ലാം ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിക്കണം. ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ളതായ നിങ്ങൾക്കറിയാവുന്ന ഒരു പാപവും കൊണ്ട് തിരികെ പോകാൻ ഇടവരരുത്. കാരണം ഞാനും പാപവും തമ്മിൽ തികച്ചും രണ്ടായില്ല എങ്കിൽ ദൈവവും എനിക്കും തമ്മിൽ ഒന്നാകാൻ പറ്റുകയില്ല. എല്ലാവർക്കും പിടികിട്ടിയല്ലോ. 2ാമത്തെ വാചകം, നീയും നിന്റെ സഹോദരനും ഒന്നാകാതെ, നീയും നിന്റെ സഹോദരനും ഒന്നാകാതെ നീയും ദൈവവും ഒന്നാകുകയില്ല. നീയും നിന്റെ സഹോദരനും ഒന്നാകാതെ നീയും ദൈവവും ഒന്നാകുകയില്ല. അമ്മായിയമ്മയും മരുമകളും ഒന്നാകാതെ 90ാമത്തെ വയസ്സ് വരെയും ഈ കൂട്ടായ്മയിൽ വന്ന് എല്ലാവരും ഒന്ന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ് എന്ന് പറയുമ്പോഴേക്കും പഴയതായ ഭിന്നതയും വഴക്കും അശുദ്ധിയും വൃത്തികെട്ട പാപത്തോട് യാത്ര പറയാതെ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ ദോഷമാണത്. നീയും നിന്റെ സഹോദരനും ഒന്നാകാതെ നീയും ദൈവവും ഒന്നാകുകയില്ല. ഇനി ഏകദേശം അതേ അർത്ഥം തന്നെ ഉള്ളതായ ഒരു വാക്യമാണ് 3ാമത് പറയുന്നത്. ക്ഷമിക്കാത്ത ഒരു പാപവും ക്ഷമ കൊടുക്കാത്തതായ ഒരു വ്യക്തിയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ക്ഷമ കിട്ടാത്തതായ ഒരു പാപവും ക്ഷമ കൊടുക്കാത്തതായ ഒരു വ്യക്തിയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെയാണോ നിങ്ങൾ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇനി മോചനം ലഭിക്കാത്ത ഏതെങ്കിലും പാപമുണ്ടോ? ഇനി നിരപ്പാകാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടോ? ഞാൻ ഈ കാലങ്ങളിൽ അനേക ആത്മീയരെ കാണുന്നുണ്ട്. അല്പം വേദനയോടാണ് ഇത് പറയുന്നത്. പല നീതീകരണങ്ങളൊക്കെ പറയാം. അതങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്, മരുമകൾ ഇങ്ങനെയാണ്, ഭർത്താവ് ഇങ്ങനെയാണ്, ഒക്കെ ശരിയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതല്ലേ, തെറ്റവരാണ്, പക്ഷെ ക്ഷമിക്കുന്നത് ഞാനാണ്. ദൈവമക്കളോട് വളരെ വ്യക്തമായി പറയട്ടെ. ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന 3 പ്രമാണങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭംഗിവാക്ക് പറയുകയല്ല. ഞാൻ എത്ര സമയം ഇരുന്ന് ജാഗരിച്ചാലും 10,000-ൽ അംശമെങ്കിലും ആരോടോ കയ്പോ ഇഷ്ടക്കുറവോ അകൽച്ചയുണ്ടെങ്കിൽ ആ വ്യക്തിയെ കണ്ട് മാപ്പ് ചോദിച്ച് നിരപ്പാകാതെ ഈ പരിശുദ്ധമായ രംഗത്ത് ഈ വേദോത്സവമായിട്ട് അടിയൻ നിൽക്കുകയില്ല. അറിയാവുന്നിടത്തോളം നല്ല ബോധ്യമാണ്. ഞാൻ ഞെട്ടലോടെ ഓർക്കുന്നൊരു കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? തേജോമയനായ ദൈവത്തെ ദൈവം കൈവിട്ടു. ഞാൻ എൻ്റെ പുസ്തകത്തിൽ വായിച്ചത് എന്തൊരത്ഭുതം, ദൈവത്തെ ദൈവം കൈവിടുന്നു. എന്താ കാരണം? എന്താ കാരണം? ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1:11 വായിച്ച്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാവരും കേട്ട്. എന്തുകൊണ്ടാണ് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നേരെ പോലും വേദനിച്ച് പിടയുന്ന സമയത്ത് പിതാവാൻ ദൈവം, സ്നേഹസമ്പൂർണ്ണായിരിക്കും ദൈവം മുഖം മറച്ചത്? വായിച്ചു. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും. ദൈവം ആരാണ്? ഞാൻ ഈ ദൈവമേ എന്ന് വിളിക്കുന്നവൻ ആരാണ്? ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണാൻ കഴിയാത്തവനുമായുള്ളവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരും ഒന്ന് നേരെ നോക്കിയിട്ടെ. ദൈവത്തിന് കാണാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട് നിന്റെ ജീവിതത്തിലെ പാപം.
ദൈവം വെറുക്കുന്നൊരു കാര്യമുണ്ട്, നിന്നെ വെറുക്കുന്നില്ല. കറുത്താണെങ്കിലും വെളുത്താണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും രോഗമാണെങ്കിലും പട്ടിണിയാണെങ്കിലും സ്വന്തം കിടപ്പടയില്ലെങ്കിലും ദൈവത്തിന് ഒരു വെറുപ്പുമില്ല. നീ വിട്ടുപിരിയാത്ത പാപം നിന്റെ ജീവിതത്തിലുണ്ടോ? ഏറ്റുപറയാത്ത പാപം നിന്റെ ജീവിതത്തിലുണ്ടോ? ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു സ്വഭാവ മേന്മയാണ് ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ കർത്താവ് നിർമ്മലനല്ലേ? അതെ. 2 കൊരിന്ത്യർ 5:21 അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. കർത്താവായ യേശുക്രിസ്തുവിന് പാപമില്ല, പക്ഷെ നമ്മുടെ മുഴുവൻ പാപം അവൻ്റെ മേൽ ചുമത്തി. യെശയ്യാ 53 പറഞ്ഞു, എൻ്റെ സകല വൃത്തികെട്ട പാപവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. അവൻ നമുക്ക് വേണ്ടി ഹി വാസ് മെയ്ഡ് സിൻ ഫോർ us. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും പാപിയായിട്ടില്ല, നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തു ക്രൂശിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. പത്രോസ്ലിയുടെ ലേഖനം 1 പത്രോസ് 2:24. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്ന സകല വൃത്തികെട്ട ലജ്ജാകരമായിരിക്കുന്ന വേശ്യാവൃത്തിയും മദ്യപാനവും കൊലപാതകവും ദൈവമക്കളെ വാശിയും വഴക്കും സ്വയവും എല്ലാം അതിപരിചിതനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപം തീണ്ടാത്ത ശരീരത്തിലേക്ക് ആവഹിച്ചെടുത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവം മുഖം മറച്ചു. ഏകജാതനായ തിരുക്കുമാരനാണെങ്കിലും ജീവിതത്തിൽ ഇപ്പോൾ എന്തു കണ്ടു? മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ കാണുമ്പോൾ ദൈവത്തിന് നോക്കാൻ പറ്റുകയില്ല. സഹോദര, ദൈവത്തിൻ്റെ കണ്ണ് നിന്റെ നേരെയാണോ? ഇന്ന് നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും? പാപത്തോട് യാത്ര പറയാൻ നിങ്ങൾക്ക് മനസ്സാണോ? വെറുതെ കൈമലർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല, വെറുതെ ഓടി വന്നിട്ട് കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആളെ കൂട്ടാനല്ല, വിശുദ്ധന്മാരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട MY യോഹന്നാൻ സാറ് ഞങ്ങളെ ഭരമേൽപ്പിച്ച് പോയിരിക്കുന്നത്. ഏത് വിശുദ്ധിയുടെ പാതയിലൂടെ നടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവദാസനിൽ തേജസ്സോടെ ഇറങ്ങി നിന്നുകൊണ്ട് നമുക്ക് വചനം നിന്ന് വഴി നടത്തിയോ, അതേ ക്രൂശിൻ്റെ പാതയിലൂടെ നിങ്ങളെ നടത്തി സ്വർഗ വീട്ടിലെത്തിക്കണം. ഇവിടുത്തെ പ്രാർത്ഥനാ ഹോളിൽ ആളെ കൂട്ടാനല്ല, സ്വർഗ വീട്ടിൽ ആളെ കൂട്ടണം. സ്വർഗ വീട് വിശുദ്ധന്മാരുടെ കൂടിവരവിൻ്റെ സ്ഥലമാണ്. അവിടെ ഒരു വാതിലേ ഉള്ളൂ. ആ വാതിൽ വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമേ തുറക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആ ജീവിതത്തിൽ പാപം വന്ന ദൈവങ്ങളുടെ ജീവിതത്തിൻ്റെ പാപക്കറകൾ കഴുകാൻ കുഞ്ഞാടിൻ്റെ രക്തം ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിൻ്റെ പുണ്യാഹ രക്തം. ആ രക്തം സംസാരിക്കട്ടെ, ആ രക്തം കഴുകട്ടെ, ആ രക്തം വീണ്ടെടുക്കട്ടെ. നിങ്ങൾ ഇവിടെയാണ്, ഈ ഹോളിലാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങൾ ഗോകുൽത്തയിലേക്ക് വരണം. ഹല്ലേലൂയ. ഞാൻ തുറക്കപ്പെട്ട തിരുവിലാഴ്ന്ന് ഒഴുകി വരുന്ന കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയുടെ ആ സുഗന്ധം മണത്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. കഴുകൽ പ്രാപിച്ചു എന്നുള്ള ഒരു യോഗ്യത മാത്രമേ എനിക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ഒരു കൊതിയുള്ളൂ, കറപറ്റാത്ത ഒരാളത്വത്തിൻ്റെ ഉടയാകണം. ആരെന്തും പറഞ്ഞുകൊള്ളട്ടെ, അതൊട്ടുമായിട്ടില്ല. പക്ഷേ ആ പാതയിലേക്ക് എന്നെ കൊണ്ടുവന്നു. കാൽവറി പാവപ്പെട്ട അടിയനൊരു യാഥാർത്ഥ്യമാണ്. കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ അടിയൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആ ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുവാൻ ഈ കാലങ്ങളിലൊരു കൃപയും ഭാഗ്യവും എൻ്റെ കർത്താവ് എനിക്ക് തരുന്നുണ്ട്. ദൈവം ഇന്ന് നിങ്ങളുടെ നേരെ തിരിയുന്ന ദിവസമായി മാറണം. റിട്ടേൺ. ദൈവം തിരിഞ്ഞോ? തീരുമാനമെടുത്ത നിങ്ങൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ കാരുണ്യം എൻ്റെ മേൽ ചൊരിഞ്ഞു കിട്ടേണ്ടത് ആവശ്യമാണ്. കാരണം എന്നാണെന്നറിയാമോ? അടുത്ത വാക്യം വായിച്ച. അടുത്ത വാക്യം, മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ. മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ. പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആര് നിനക്ക് സ്തോത്രം ചെയ്യും? നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? സങ്കീർത്തനക്കാരന് വളരെ വ്യക്തമായി, ദൈവം എൻ്റെ നേരെ കരുണയോടെ തിരിഞ്ഞു നോക്കി എൻ്റെ പാപക്കറകൾ കഴുകി തന്നില്ല എങ്കിൽ ഞാൻ താമസിയാതെ മരിക്കുമല്ലോ. ഒന്നുകിൽ ആരെങ്കിലും എന്നെ കൊല്ലും, അല്ല അസ്ഥികൾക്ക് പോലും രോഗം വന്നു, രോഗം കൊണ്ട് ഞാൻ മരിക്കും. ഒന്നുകിൽ ആരെങ്കിലും എന്നെ കൊല്ലും, അല്ലെങ്കിൽ എൻ്റെ രോഗം മൂർച്ഛിച്ച് ഞാൻ മരിക്കും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രാണൻ പോയി കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് പാതാളത്തിലേക്കാണ്. അവിടെ സ്തുതിയില്ല. കാരണം എന്താ? സങ്കീർത്തനം 9:17 വായിച്ചത്. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ദൈവത്തിന് സ്തോത്രം. പാതാളം ഏത് സ്ഥലമാണ്? ദൈവവിശ്വാസമില്ലാത്ത ദുഷ്ടന്മാർ കത്തിയിരിക്കുന്ന സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. ധനവാൻ പറഞ്ഞു, ഇവിടെ സുഖലോലുപനായി ജീവിച്ചു, ഞാനിപ്പോൾ യാതന അനുഭവിക്കുകയാണ്, ഞാൻ പാതാളത്തിൽ യാതന അനുഭവിക്കുകയാണ്. ദൈവമില്ലേ? നരകമാണ് ദൈവമക്കളെ. ഞാൻ
ഈ വാർദ്ധക്യത്തിൽ കൊതിയോടെ നിങ്ങളുടെ കൈകൂപ്പി കാല് പിടിച്ചുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ആരും ദയവിധി ഈ കാൽവറി തറവാട്ടിലെ വലിയവരോ ചെറിയവരോ കുഞ്ഞുങ്ങളോ നരകത്തിൻ്റെ തീപ്പൊയ്കയിൽ പോകാൻ ഇടവരരുത് കേട്ടോ. ഹല്ലേലൂയ. എല്ലാവരും ഉറപ്പ് തരണം. ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് സ്വർഗത്തിൽ കാണണം. വേറെ എന്തെങ്കിലും ഒരു ലാക്കും ആഗ്രഹവും ഞങ്ങൾക്കുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പാതാളത്തിൽ സ്തുതിയില്ല, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവനാണ് ദൈവമക്കളെ, നിങ്ങൾ ജീവനിലാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 115 സങ്കീർത്തനം 17 വാക്യം വായിച്ച്. 115 സങ്കീർത്തനം 17 വാക്യം. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. യഹോവയെ സ്തുതിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, കുറ്റം വിധിക്കുകയല്ല കേട്ടോ. ആരാധനയുണ്ടോ? ജീവിതത്തിൽ സ്തുതിയുണ്ടോ? രാത്രി തിരഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴും അറിയുമ്പോഴും ഒരു സ്തുതിയാണോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു പ്രയോജനവും ഇല്ല. 30 സങ്കീർത്തനം 9 വാക്യം വായിച്ച്. 30 സങ്കീർത്തനം 9 വാക്യം. ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? ഞാൻ ചത്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പാപത്തിൽ ഞാൻ ചത്താൽ, പാപത്തിൽ ഞാൻ മരിച്ചാൽ, ദൈവം ഞാൻ മണ്ണോട് മണ്ണ് ചേരും. അതിനെ സ്തുതിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. എല്ലാവരും ഇന്ന് കേൾക്കണം കേട്ടോ. ഒരു സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ സ്തുതി ഉണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും സ്തുതിക്കുമായിരുന്നു. ജീവിതത്തിൽ ചില അനുഭവങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ആ വിശുദ്ധിയുടെ ആരാധന നിന്നുപോയോ? നാവിൽ സ്തുതിയുണ്ടോ? പാപം വെച്ചാണ്ട്, പാപം വന്നാൽ മരണമാണ്. പാപത്തിന് ശമ്പളം മരണമല്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളെ കുറ്റം വിധിക്കാനില്ല. ഇന്നത്തെ അവസ്ഥയിൽ മരിച്ചാൽ, ഇന്നത്തെ അവസ്ഥയിൽ കർത്താവ് വന്നാൽ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ എത്ര പേര്, നമ്മളിൽ എത്ര പേര് സ്വർഗത്തിൻ്റെ മണവറയിൽ ചെന്ന് ദൈവത്തെ മുഖാമുഖം കണ്ട് സ്തുതിക്കും? ജീവനുള്ളതൊക്കെ ഈ യഹോവയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അകത്തൊരു തുടിപ്പുണ്ട്, അകത്തൊരു ജീവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞ് വയറ്റിലുള്ള സമയത്ത് ഒരു കുഞ്ഞിൻ്റെ അനക്കയില്ലേ, മൂവ്മെൻ്റ് ഇല്ലേ? ദൈവത്തിന് സ്തോത്രം. ആ ഒരു ചലനം നിങ്ങൾ അനുഭവിക്കുന്ന ജീവൻ്റെ തുടിപ്പ്. അയ്യോ, കൊച്ചിന് ചലനമില്ലെങ്കിലും മരിച്ച അവസ്ഥയിലാണോ കിടക്കണേ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവനകത്ത് തുടിക്കുന്നുണ്ടെങ്കിൽ ആരാധനയുണ്ട്. പൗലോസ്ലീഹ അതുകൊണ്ടാണ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. അങ്ങ് ചെല്ലാൻ എനിക്ക് കൊതിയായി. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, കഴിഞ്ഞ 45-46 വർഷങ്ങളായി ആരെ പ്രകീർത്തിച്ചോ, ആരെക്കുറിച്ച് പ്രസംഗിച്ചോ, എൻ്റെ പ്രാണപ്രിയനെ ഒന്ന് മുഖാമുഖം കാണണമെന്നാണ് ഇനി അവശേഷിക്കുന്ന ഒരേ ഒരാഗ്രഹം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടുത്തെ കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവ് വരുമ്പോൾ മഹിമാവിൻ നീരാളം ചാർത്തി സ്തുതിയുടെ മേലാട് ധരിച്ച് പറന്നുയരണ്ടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുഞ്ഞ് നരകത്തിൽ പോകാൻ ഇടവരരുതേ. ഞങ്ങളും പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുടെ കൂട്ടായ്മയിലെ കാൽവറി തറവാട്ടിലെ ഒരു ശരീരത്തിൻ്റെ അംഗങ്ങളല്ലേ ദൈവമക്കളെ. ആരും നരകത്തിയിൽ വെന്തെരിയുന്നതായ ആ കാഴ്ച കാണാനോ ആ കരച്ചിൽ കേൾക്കാനോ ഇടവരരുതേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കയറി വരുവീൻ എന്നുള്ള ഇമ്പശബ്ദം കേട്ടുകൊണ്ട് വേണം നിങ്ങൾ ഓരോരുത്തരും മരിക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദൈവമക്കളെ, ആരാധന ഒരിക്കലും നിന്നു പോകാനായിട്ട് ഇടവരരുത്. എപ്പോഴും നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. പ്രത്യാശയുടെ ഗാനം പാടിക്കൊണ്ടിരിക്കണം. പാതാളത്തിൽ നിത്യയാതനയിലേക്ക് പോകാൻ ഇടവരരുത്. അതൊരു വാക്കോടെ കേട്ടെ. അതുമായിട്ട് ബന്ധപ്പെട്ട് നരകത്തിലേക്ക് അങ്ങോട്ട് പോകാനേ വാതിലുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണം തോന്നുന്നു, നടക്കില്ല കേട്ടോ സഹോദരി. ജീവിതയാത്രക്കാരാ കാലടികളെങ്ങോട്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഉറപ്പാണോ നിങ്ങൾക്ക്? ക്രൂശിൻ ചുവട്ടിലേക്ക് വന്നേ മക്കളെ. ഹല്ലേലൂയ. പാപം മാത്രമല്ലേ നരകത്തിലേക്ക് തള്ളിയിടുന്ന കാര്യം. അതിനുള്ള മോചനം കർത്താവ് ഒരുക്കി തന്നിട്ടില്ലേ?
അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്യരുത്. ദാവീദിന്റെ ജീവിതത്തിൽ പറയും, ബെത്ശേബയുമായിട്ടുള്ളതായി വേശ്യാവൃത്തിയുടെ കാര്യത്തിലല്ലാതെ പിന്നീട് ഒരു പാപത്തിലേക്കും പോയിട്ടില്ല. ജീവിതത്തിൽ പാപം വന്നു, കരഞ്ഞ് കരഞ്ഞ് മോചനം പ്രാപിച്ചു, പിന്നീടില്ല. നമുക്കൊരു വിശുദ്ധ സന്തതിയായി മാറാം. നമ്മുടെ കൂട്ടായ്മ ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിൽ ജ്വലിച്ച് നിൽക്കണം. ഹല്ലേലൂയ. ദൈവം ഒരു വ്യക്തിയോടും വഴക്കില്ലാത്തവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളിൽ മനുഷ്യരോട് പിണങ്ങിയും ദൈവത്തോട് ഇണങ്ങിയും മുന്നോട്ട് പോകാനായിട്ട് സാധ്യമാകുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പാതാളത്തിൽ നിത്യമൗനതയിൽ നരകത്തിയിൽ കത്തിയെരിയാനായിട്ട് ഇടവരരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം, എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീരുകൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കരച്ചിൽ എന്തായി മാറി? ഒരു ഞരക്കേ ഉള്ളൂ. കരയാനും മറ്റും പറ്റില്ലാണ്ടായി. കരഞ്ഞ് 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 കണ്ണൊക്കെ അങ്ങ് കുഴിഞ്ഞു. ഒരു വാക്കും പറയാനില്ല. ദൈവത്തിന് ഒരു ഞരക്കം, പാപിയ കർത്താവേ, അതുപോലും പറയാൻ പറ്റില്ല. ദൈവത്തിന് സ്തോത്രം. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് രക്തവാർന്നടിക്കുന്ന ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്ന് മുത്തി ഒന്ന് കരഞ്ഞ ദൈവമക്കളെ. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിലെ പാപിനിയായ സ്ത്രീ ചെമ്മോന്റെ ഭവനത്തിൽ കർത്താവ് ഇരിക്കുന്നത് കൊണ്ട് അവിടെ വീണു. ദൈവത്തിന് സ്തോത്രം. ആ അധ്യായത്തിൻ്റെ 3/4 പങ്കും ആ സ്ത്രീയുടെ കാര്യം. ഒരു വാക്ക് പറഞ്ഞു, എന്നെ മോഹിച്ചു തരാവോ? ഇനി ഞാൻ ഒന്നും പറഞ്ഞില്ല. ആകെ ഞരക്കം. ഹല്ലേലൂയ. അവസാനം അനുഗ്രഹം. നമ്മുടെ കൂട്ടത്തിലെ ദൈവമക്കൾ കാൽപാദം കെട്ടിപ്പിടിച്ച്, രക്തം നിറഞ്ഞ കാൽപാദം കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു പ്രകൃതി ഉണ്ടായിരിക്കണം. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. അത്രയും അങ്ങ് ഞരങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും സങ്കീർത്തനക്കാരുടെ മനസ്സിലായി, ഇതിൻ്റെ എല്ലാം പിന്നിൽ, ഈ വേശ്യാവൃത്തിയുടെയും എൻ്റേതായ അസ്ഥിരോഗത്തിൻ്റെയും എൻ്റെ മനത്തകർച്ചയുടെയും നിരാശയുടെയും എല്ലാം പിന്നിൽ എന്തുണ്ട്? എൻ്റെ സകല വൈരികളും ഹേതുവായി ഒരു ദുഷ്ട പിശാച് ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരു സാത്താന്യ സേന ദൈവമക്കളെ തകർക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ സത്യമായതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ വന്ന് സ്ഥിരം വചനം കേട്ടുകഴിഞ്ഞാൽ മാനസാന്തരം നടക്കുമെന്നറിയാം. ശത്രു നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയെ നഷ്ടപ്പെട്ട് സ്വർഗ വീട്ടിലെത്തുമെന്നറിയാം. അതുകൊണ്ട് സർവശക്തിയും സമാഹരിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയെ തകർക്കുവാൻ വ്യക്തികളിലും കുടുംബമായിട്ടും കൂട്ടായ്മയായിട്ടും വൈരി ശത്രു സർവശക്തിയും സമാഹരിച്ചുകൊണ്ട് അധ്വാനിക്കുമ്പോൾ യാതൊരു സംശയമില്ല. പേടിക്കണ്ട. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്ക് നിങ്ങൾ കേട്ടുകൊള്ളും, സാത്താന് ശക്തിയുണ്ട്. അതിൻ്റെ ഇരട്ടി ശബ്ദത്തിൽ ഞാൻ പറയും, എൻ്റെ ദൈവം സർവശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. സാത്താനെ കാണുമ്പോൾ ഓർത്തുകൊള്ളണം, ആ പാമ്പിൻ്റെ തല ചതച്ചതാണ്. പാമ്പ് കിടന്ന് പിടയ്ക്കും, അയ്യോ എന്ന് പറയും. പേടിക്കണ്ട, കാൽവറിയിൽ എൻ്റെ കർത്താവിൻ്റെ തലയെ ചതച്ചു. ഞാൻ പരാജയമറിയാത്ത യൂദയുടെ സിംഹമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ശത്രുവാണെന്ന് മനസ്സിലായി. കണ്ണുനീരോടെ ദൈവത്തിൻ്റെ കാൽപാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. 8-ാമത്തെ വാക്യം വായിച്ചേ. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ട് പോകുവിൻ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് കേട്ടത്, ഒന്ന് ഉണർന്നിരുന്നേ. അത് ഇന്നിവിടെ നടക്കണം. എൻ്റെ ആഗ്രഹം അതാണ്. ദൈവത്തിന് സ്തോത്രം. നീതികേട് പ്രവർത്തിച്ച് എന്നെ നരകത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് നരകാഗ്നിയിൽ കത്തി ചാമ്പലാകുവാൻ വേണ്ടി അധ്വാനിക്കുന്ന പിശാചേ, എന്നെ വിട്ടുപോകുവിൻ. പ്രാർത്ഥനയുടെ അത്യന്ത ശക്തി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ സ്വർഗത്തിൻ്റെ കൃപ ഇറങ്ങി വന്നു. തകർന്നു തരിപ്പണമായി അസ്ഥിരോഗം പിടിച്ച് കണ്ണുകുഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലും ഒരു വാക്ക് പറയാൻ ശക്തിയില്ലാതെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നതായ ദാവീദ് ഇപ്പോൾ എന്ത് ചെയ്തു? എന്നെ വിട്ടുപോകും. യു ഡബിൾ ഔട്ട് യു ഗോ. ദൈവത്തിന് സ്തോത്രം. എന്താ കാരണം? എന്താ? എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം പൊന്നു തമ്പുരാൻ കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവം ഇന്ന് കേട്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഈ ദൈവം ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഇല്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ട് ദൈവമക്കളെ? എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം ആർക്കും പരാജയപ്പെടുത്താൻ സാധ്യമല്ലാത്ത യൂദയുടെ സിംഹമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത്. അവൻ ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. എൻ്റെ ഞരക്കം വേദന
ഹല്ലേലൂയ. കണ്ണുനീര് കാണുമ്പോൾ ദൈവത്തിൻ്റെ മുഖം എൻ്റെ നേരെ തിരിക്കുക മാത്രമല്ല, മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോൾ ഓടി വന്ന ദൈവം ഇന്ന് ഈ ഹോളിലും ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കണം. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ. ആരെല്ലാം അടുത്തു വരുന്നുണ്ട്, നിങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരവലയത്തിനുള്ളിൽ അവൻ്റെ മാറിലെ ചൂടൊന്ന് അനുഭവിക്കണമോ? എൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു, എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, മാത്രമല്ല ഇനിയും എൻ്റെ അപേക്ഷ കൈക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? ശക്തി കിട്ടി. ദാവീദിന് വിലവില്ല സ്വയമായിട്ട്. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം അടുത്ത വാക്ക് പറഞ്ഞ് ഞാൻ സർവത്തിന് മതിയായവനാണ്. ഹല്ലേലൂയ. ഇന്ന് ജയാളിയായി ദൈവത്തിൻ്റെ ശക്തി തീയായി നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുകയാണ്. ഇത്രയും നേരെ നോക്കി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശത്രു ലജ്ജിച്ചു പോയി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പിന്തിരിഞ്ഞു പോയി, പെട്ടെന്ന് നാണിച്ചു പോയി. എൻ്റെ ദൈവമേ, അർത്ഥം മനസ്സിലായി നിങ്ങൾക്ക്? ശത്രു ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടു, ദൈവത്തിൻ്റെ ശക്തി അവനിലേക്ക് വ്യാപരിച്ചു. അധികാരത്തോടെ അവർ യേശുവിൻ്റെ നാമത്തിൽ എന്നെ വിട്ടുപോവുക. നോക്കിക്കഴിഞ്ഞപ്പോഴാണല്ലോ ശത്രുവൊക്കെ നാണിച്ച് ലജ്ജിച്ച് പിന്തിരിഞ്ഞങ്ങ് പോയി. ആരുമില്ല. പിന്നെ 3 വാക്കാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രാർത്ഥന കൈക്കൊണ്ടു, ശത്രു ലജ്ജിച്ചു, ശത്രു ഭ്രമിച്ചു, ശത്രു നാണിച്ചു, ശത്രു പിന്തിരിഞ്ഞു പോയി. അവസാനത്തെ വാക്യം, എൻ്റെ ശത്രുക്കളെല്ലാവരും. ഹല്ലേലൂയ. പിന്നെ അവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ, ജയാളിയായിരിക്കുന്ന എൻ്റെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എന്ത് തീരുമാനിക്കും നിങ്ങൾ എങ്ങനെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകും? ആ ദൈവം ഇപ്പോൾ ഉണ്ടോ? നിങ്ങളൊരു മറുപടി പറഞ്ഞേ. അന്ന് ദാവീദിൻ്റെ അടുക്കലേക്ക് വന്ന് പാപത്തിൻ്റെ മോചനം അനുഗ്രഹമായി നൽകിയതായ ദൈവം അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് യഥാസ്ഥാനപ്പെടുത്തി ദൈവം ഇപ്പോൾ ജീവിക്കുന്നുണ്ടോ? അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ്റെ കാൽക്കൊള്ളൊന്ന് വീണേ ദൈവമക്കളെ, അവൻ്റെ കാലൊന്ന് കെട്ടിപ്പിടിച്ച ദൈവമക്കളി, പാപത്തോടൊരു യാത്ര പറഞ്ഞ ദൈവമക്കളി, അവനിൽ നിന്ന് വിശ്വാസം അർപ്പിച്ച ദൈവമക്കളി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിനെ നിങ്ങൾ പേടിക്കണ്ട. അവൻ പരാജയപ്പെട്ട ശത്രുവാണ്. ഈ നമ്മുടെ ദൈവം ജയാളിയാണ്. ഇന്ന് മുതൽ ഒരു ജയജീവിതം തുടങ്ങുമോ? നിങ്ങൾ ഇന്ന് മുതൽ ഒരു വിശുദ്ധ ജീവിതം തുടങ്ങുമോ? ഇന്ന് നിങ്ങൾ നരകത്തിലേക്കുള്ളതായ കാലടികൾ പിന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ സ്തോത്രം ജീവിതയാത്രക്കാരാ ക്രൂശിൻ്റെ വഴിയിലേക്കൊന്ന് വരാമോ? അങ്ങനെ വന്നാൽ ദൈവം നിന്നെ നടത്തും, ദൈവം നിന്നെ ഉയർത്തും, നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ തന്നെ ആക്കും. അതിന് സ്വർഗത്തിലെ ദൈവം കൃപ എന്ന് സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം.